ഹലോ ഹായ്. അപ്പം എല്ലാവരും എന്തെടുക്കുക? നല്ല മഴയാട്ടോ. അപ്പം ഈ മഴയത്ത് നല്ല കിഡിലിന് ഒരു ഫിഷ് ഫ്രൈ നമുക്ക് ട്രൈ ചെയ്താലോ. അപ്പോൾ നമ്മൾ ചൂണ്ടിയിട്ട് കിട്ടിയ നമ്മുടെ പിലോപ്പികളാട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഞാൻ നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയെടുത്ത എൻ്റെ കുരുമുളക് കേട്ടോ. അപ്പം അധികമൊന്നും ഞാൻ എടുക്കില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ്. അധികം കുരുമുളക് എടുത്തിട്ട് ഞാൻ ചെയ്യത്തില്ല. അപ്പോൾ രണ്ട് ഇത് എടുത്തിട്ടുണ്ട്. പച്ച കുരുമുളകാട്ടോ നമ്മൾ എടുത്തേക്കണത്. നല്ല എരിവായിരിക്കും, മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നല്ല പച്ച കുരുമുളക് അരച്ച് വയ്ക്കാന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം മതി കേട്ടോ. അതിൽ കൂടുതലൊന്നും വേണമെന്നൊന്നുമില്ല. എനിക്ക് ഒരുപാട് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ തന്നെ ഹൃദയം വേദനിക്കും. എന്താണെന്നറിയില്ല, വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വളർത്തി ഇതൊക്കെ എടുക്കുന്നതെങ്കിലും അത് പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് അധികമൊന്നും എടുക്കാറില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ കേട്ടോ. പച്ചമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, വേപ്പില, മുളക് പൊടി, ഈ കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ കല്ലിൽ തന്നെ വെച്ചിങ്ങനെ ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ഇതിൽ മതി. നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കല്ലിൽ വെച്ച് നല്ല അരപ്പ് പോലെ മീനിലേക്ക് തരട്ടാവുന്ന പാകത്തിലേക്ക് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഫിഷിലേക്ക് നന്നായിട്ട് ഉള്ളിലോട്ടൊക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ മഴയൊക്കെ തുടങ്ങുന്നുള്ളൂ. ഞാനും ചെറിയൊരു മഴയൊക്കെ അടിച്ചു. സൗണ്ടൊക്കെ ഒന്ന് പോയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇനി കുറച്ച് സമയം നമുക്കൊന്ന് ഫ്രീസറിൽ ജസ്റ്റ് ഒന്ന് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതിയാവും. പിന്നെ ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതൊന്ന് എണ്ണ ഒഴിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളി മതി കേട്ടോ നമുക്കിതിലേക്ക്. അതും കൂടി ചേർന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് ഇടിച്ച മുളകാട്ടോ ആവശ്യം. അപ്പോൾ ആ ഇടിച്ച മുളകിൻ്റെ ഇത് നമുക്ക് അതിട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമെന്ന് പറയുന്നത് നമുക്കിത് തേങ്ങാപ്പാലുണ്ട്. ആ തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതേ മീൻ നമുക്ക് അതിനിടെ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഫിഷൊക്കെ ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഇനി നമുക്ക് ചെയ്യാനുള്ള വാഴ എടുത്തിട്ട് അതിലേക്ക് ഈ ഓരോ ഫിഷും എടുത്ത് വെക്കുക. അത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഗ്രേവി ഉണ്ടല്ലോ അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. വാഴ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതെങ്ങനെ കെട്ടിയെടുത്ത ഓരോ പൊതിയുണ്ടല്ലോ നമ്മൾ ഫിഷ് പൊതിഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ആ വാഴയിൽ ഇരുന്നത് ഫ്രൈ ആവുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിലുള്ള തേങ്ങാപ്പാലിൻ്റെ ആ ഒരു എണ്ണയുടെ ടേസ്റ്റും എല്ലാം കൂടി ഒരു പ്രത്യേക സ്മെല്ലാട്ടോ ഇതിന്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെയും പച്ചക്കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയാൻ വേണ്ടി പോണത് ഇനിയാണ്. ഈ ഐറ്റം തുറന്ന് കഴിക്കുമ്പോഴാണ് ഇത് രണ്ടിൻ്റെയും ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി പോണത്. അടിപൊളിയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ആ ഗ്രേവിയും ആ കുരുമുളകിൻ്റെ ഇതും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ വറ്റൽ മുളക് എന്നാ ടേസ്റ്റാണെന്നറിയും. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴെങ്കിലും ചുമ്മാ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ അതിലും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. സവാള ഒരു തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുരുമുളകും തേങ്ങാപ്പാലും മസ്റ്റാണ് ഈ സംഭവത്തിൽ. അടിപൊളിയാണ്. ചുമ്മാ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടിയും നല്ലതായിട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.